പല ആളുകളും വിചാരിക്കുന്നൊരു കാര്യമാണ് എത്ര ഭാരമേറിയതാണ് ഈ നിസ്കാരം എന്നുള്ളത്. കാരണം അതിരാവിലെ എഴുന്നേൽക്കുകയും അതിൻ്റെതായ കൃത്യസമയത്ത് നിസ്കരിക്കുകയും വേണം. പക്ഷേ അങ്ങനെയല്ല. നമുക്കുണ്ടാകുന്ന ഭാരമേറിയ കാര്യങ്ങളെ ഇല്ലാതാക്കുന്ന, അതിനെ പരിഹരിക്കുന്ന ഒരു കാര്യമാണ് നിസ്കാരം എന്നുള്ളത്. ഒരുപാട് ടെൻഷൻ അടിച്ചുകൊണ്ട്, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ പടച്ചറബിനെ ഓർത്തുകൊണ്ട് ഉളൂ ചെയ്തുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുമ്പോൾ കിട്ടുന്ന സമാധാനമാണ് അത് വേറെ എവിടെയും കിട്ടില്ല. നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഇല്ലേ, നമ്മളെപ്പോലെ ഒരുപാട് അനുഗ്രഹമൊന്നും അള്ളാഹു അവർക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ കൃത്യസമയത്ത് അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഭൂമിയിൽ തന്നെ സ്വർഗം ലഭിച്ചവരായിരിക്കാം ഇവരെ പോലെയുള്ള ആളുകൾ. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. വിചാരിക്കാത്ത രീതിയിൽ ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ പടച്ചിറപ്പിനെ ഓർക്കാതെ പല ആളുകളും അള്ളാഹു നമുക്ക് നൽകിയ എന്തെങ്കിലും അനുഗ്രഹം എടുത്തു കളഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ഒരു കാര്യം അള്ളാഹു നൽകിയില്ല എങ്കിൽ പടച്ചിറപ്പിനെ കുറ്റം പറയുന്നവരും അള്ളാഹുവിനെതിരെ പ്രവർത്തിക്കുന്നവരുമാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവൻ ഇരുന്നു കൊണ്ടും, ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്തവൻ കിടന്നുകൊണ്ടും, അതിനൊന്നിനും കഴിയാത്തവൻ കൽബ് കൊണ്ടുപോലും നിസ്കരിക്കണമെന്നാണ് പരിശുദ്ധ പ്രവാചകന്റെ കൽപ്പന. അതുകൊണ്ട് പള്ളിയിലേക്ക് അടുക്കുക. ജനങ്ങളെല്ലാവരും നമ്മുടെ മയ്യത്തിനെ ഏന്തിക്കൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് നിസ്കാരം നിലനിർത്തുക, നമ്മുടെ മേൽ നിസ്കരിക്കപ്പെടുന്നതിന് മുമ്പായിട്ട്.